ഓണവട്ടത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ വലിയ പെരുന്നാൾ ആഘോഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഓണമാണ് നാളെ. ഇന്ന് ഉത്രാടമാണ്. ഉത്രാട പാച്ചലിന്റെ ഒരുക്കത്തിലാണ് മലയാളികൾ. ഒരുപക്ഷെ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ പ്രവാസികൾ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് നാട്ടിലുള്ളവർ പോലും ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മൾക്കിവിടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന, ഒരു മാസമല്ല, ഒന്നും രണ്ടും, അടുത്ത ഓണം വരെ നമ്മൾക്ക് ഓണാഘോഷം തകൃതിയായിട്ട് പല പല സംഘടനകളിലും കൂട്ടായ്മകളിലും ഒക്കെ നടക്കുകയാണ്. പിന്നെ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മൾ യുഎയിൽ ജീവിക്കുന്ന നമ്മൾക്ക് എല്ലാ ആഘോഷങ്ങളും നമ്മൾ എല്ലാവരുടേതുമാണ്. യാതൊരു ശരിതിരിവോ വേർതിരിവോ ഒന്നും മാറ്റി നിൽക്കാതെ എല്ലാ ആഘോഷങ്ങളും, ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും, എല്ലാവരും ഒരുമിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഘോഷങ്ങൾ മഹത്തരമാവുകയും ചെയ്യുന്നത്. നമുക്കിന്ന് ഈ ആഘോഷങ്ങൾക്ക് ഒരു പൊലിമ കൂട്ടാൻ വേണ്ടി, ഒന്നും കൂടി മാറ്റി കൂട്ടാനായി നാട്ടിൽ നിന്നും ഒരു പറ്റം അനുഗ്രഹീത കലാകാരന്മാരാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. നമ്മുടെ ഓണത്തിന്റെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടാൻ, നമ്മുടെ ഓണസദ്യ ഒന്നും കൂടി കെങ്കേമമാക്കാൻ, ഓണാഘോഷം പൊടിപൊടിക്കാനായി നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന അനുഗ്രഹീത കലാകാരന്മാരാണ്. രാവിലെ മുതൽ ഓരോരുത്തരും സ്റ്റുഡിയോയിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരുടെ വിശേഷങ്ങൾ നിങ്ങൾക്കും ചോദിച്ചറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അനുഗ്രഹീത കലാകാരനായ ശ്രീ നെൽസൺ, ഒപ്പം അമ്പിളി സോമൻ. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പ്രവാസ ലോകം ഇപ്പോൾ പ്രത്യേകിച്ച് NTV ആപ്പിലൂടെ നാട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. നാട്ടിലും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ രണ്ടുപേരെയും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയൂ, നെൽസൺ ചേട്ടൻ തന്നെ തുടങ്ങാം. നെൽസൺ ചേട്ടാ, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണവിശേഷങ്ങൾ നല്ല വിശേഷങ്ങളുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഒരു ആഹ്ലാദം, ഒരു കുളിരും ഒക്കെ ഓടിയെത്തുന്ന സംഭവമല്ലേ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നെൽസൺ ചേട്ടനാവട്ടെ അമ്പിളി ആവട്ടെ ഓണ സമയത്ത് വീട്ടിലുണ്ടാവൽ കുറവായിരിക്കും, അല്ലെ? ഒന്നുകിൽ സെറ്റിലായിരിക്കും, അല്ലെ സ്റ്റേജിലായിരിക്കും. അതെ അതെ. അപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയാം, ആ മിസ്സിങ്ങിനെ കുറിച്ചൊന്നും പറയും. അത് വളരെ സങ്കടം നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. കാരണം ഓണത്തിന് വീട്ടിലില്ലാത്തത് ഏതൊരു മലയാളികൾക്കും വിഷമം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് അതിനുപരി നമ്മൾ വീട്ടിലെ കുറച്ച് വിഷമമുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് മറ്റുള്ളവര് സന്തോഷിപ്പിക്കാൻ ആ ഒരു ദിവസം അതിന് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ, ഒരു സമാധാനം. ഇനി അമ്പിളിയിലേക്ക് വരാം. അമ്പിളി സോമൻ വളരെ അനുഗ്രഹീത കലാകാരിയാണ്. അഭിനയ രംഗത്തേക്ക് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. ഇതിനകം 3-4 സിനിമകളിൽ ശ്രദ്ധേയമായ വേഷത്തിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയ കലാകാരിയാണ്. സ്റ്റേജുകളിലും സ്കിറ്റിലൂടെയും തന്റെ സാന്നിധ്യം കൊണ്ട് സജീവമാണ്. അമ്പിളി, പറയൂ, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? നല്ല വിശേഷം. അതിലുപരി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ NDTVക്കും ഇവിടെയുള്ള എല്ലാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള മലയാളീസിനും നേരുന്നു. NTVയിലൂടെ ഈ വിഷസ് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേട്ടുകഴിഞ്ഞു. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കാവുന്നതാണ്, വിഷസ് അറിയിക്കാവുന്നതാണ്. അമ്പിളി, സ്റ്റേജ് ഷോയിൽ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? സ്കിറ്റ്, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴാണോ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴാണോ, ഏതാണ് റിസ്ക് കൂടുതൽ? സ്റ്റേജ് ഷോയും ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നതും എല്ലാ റിസ്ക്കാണ്. ഒരുപോലെയുള്ള കാര്യം തന്നെയാണ്, രണ്ടും റിസ്ക് ആണ്. ഓക്കെ, ഇനി നെൽസൺ ചേട്ടനിലേക്ക് തന്നെ പോവാണ്. നെൽസൺ ചേട്ടാ, നമുക്കിപ്പോ ഓണക്കാലമാണ്. നെൽസൺ ചേട്ടന്റെ ഓണപ്പാട്ടുകൾ വളരെ പ്രശസ്തവുമാണ്. 2 വരി ഓണപ്പാട്ടുകൾ കേട്ട് നമുക്ക് തുടങ്ങാം. ഓണപ്പാട്ട് ഞാൻ പാടാം, ഗായകനല്ല. വിഷയമായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇപ്പൊ പാടിയിരുന്നു. അതെ 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 അതെ. ഞാൻ ദാസേട്ടൻ്റെ ഒരു പഴയ പാട്ട് പാടാം, കടൽ കാണുന്നത്. ഉപയോഗിക്കാം. അതെ അതെ. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. പീലിക്കസവുള്ള വീരാളിപ്പട്ടിൽ നീ പൂമേനി പൊന്നായി മിന്നി. നിന്റെ പൂമേനി പൊന്നായി മിന്നി. പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. നെൽസൺ ചേട്ടാ, ഇത് ഓണപ്പാട്ടാണെങ്കിലും ഒരു വിഷാദം ഒളിഞ്ഞു കിടക്കുന്നു. നെൽസൺ ചേട്ടന്റെ പാട്ടിലേക്ക് ഈ ഫീല് വരുന്നത്, അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുന്നതാണ്. എല്ലാ പാട്ടിലും ഒരു ഫീല് കാണുന്നുണ്ട്. അത് ഞാൻ ഇച്ചിരി ഇടിയങ്ങളെ ചെയ്യും കൂടുതലായിട്ട്.
അത്ര ഇല്ലെങ്കിൽ പാട്ട് അത്ര ഇല്ലെങ്കിൽ ഞാൻ അരക്കിലോ feel. ഇച്ചിരി നമ്മൾ അത് ഉൾക്കൊണ്ട് ഞാൻ അങ്ങ് ഇടുന്നതാണ്. നെൽസൺ ചേട്ടാ വേറൊരു കാര്യം, നെൽസൺ ചേട്ടന്റെ ക്ലാസിക്കൽ സംഗീത ആലാപനം ഒറിജിനൽ ക്ലാസിക്കൽ സിംഗേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തി അവർക്കൊരു ചാലഞ്ച് ആവുന്ന രീതിയിൽ കാണാറുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ ഒരു രഹസ്യം? അത് അനിയൻ മ്യൂസിക് കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ സാധകമൊക്കെ ചെയ്യുന്നപ്പോൾ നമ്മൾ കേൾക്കും, പ്രാക്ടീസ് ചെയ്യുന്നത് കേൾക്കും. പിന്നെ അങ്ങനെ അതിൻ്റെ ആ ശൈലി, അതിൻ്റെ ക്ലാസിക്കൽ പടം വേറെ ശൈലിയിലാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ സംഗതികളൊക്കെ പോകുന്നൊരു പ്രത്യേക സന്തോഷം എനിക്ക് കേൾക്കുന്നത്. പഠിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ അത് കേട്ട് ഞാൻ പഠിച്ച് ആ ഒരു ശൈലി ഞാനങ്ങ് പാടുന്നതാണ്. ആ ഒരു ശൈലി വരുന്നതുകൊണ്ട് കറക്റ്റാണെന്ന് എല്ലാവർക്കും തോന്നുന്നു. അറിയാവുന്നവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം. നമുക്ക് ആ ഒരു ശൈലി ഒരു രണ്ട് വാക്ക് പോലെ ആ ഒരു ശൈലി നമുക്ക് രണ്ട് ലൈൻ ഒന്ന് കേട്ടു പാടാം. മറുകേളര ഓരാഘവ മറുകേളര ഓരാഘവ മറുകേളര ഓരാഘവ മറുകേളര ഓ രാഘവ മറുകേള ചര ചരൂപ 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 പരാപര സൂര്യസൂത സുരലോചന മറുകേളര ഓ രാഘവ മറുകേളര ഓ രാഘവ മറുകേളര ഓ രാഘവ ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇപ്പോ ശരിക്കും തന്നെയാണ് ഒരു കലാകാരൻ അല്ലെ. അനുജൻ പാട്ട് പാടുന്നത് കേട്ട് അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് പല കാഴ്ചകൾ കണ്ട് പലരുടെയും അംഗവിക്ഷേപങ്ങളൊക്കെ കണ്ട് അത് പഠിച്ചിട്ട് തന്നെയല്ലേ സ്റ്റേജിലേക്ക് കയറുന്നത്. തീർച്ചയായിട്ടും കള്ളുകൂടിയൻ സ്കിറ്റ് അങ്ങനെയാണ് പലരുടെയും സംഭവങ്ങൾ കോർത്തിണക്കി ചെയ്തത്. ഈ കള്ളുകൂടിയൻ അതൊരു ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി പോലെ നെൽസൺ ചേട്ടന് ഒരു പതിച്ചു തന്നതാണ്. അതിനെ കുറിച്ചൊന്ന് പറയും. അത് ഞാൻ കള്ളുകൂടിയൻ്റെ സ്കിറ്റ് ചെയ്യുന്നത് ഞാൻ എനിക്ക് മുമ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മണിച്ചേട്ടൻ അന്ന് കലാഭവനിൽ കാസറ്റ് ഇറക്കുമ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ടീമുണ്ട്. അന്ന് ഞാൻ 5-ലും 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് അവരുടെ 5-ലും 6-ലല്ല അത് കഴിച്ച ശേഷം ഇത് CD കാസറ്റ് ഇട്ട് പഠിച്ചിട്ട് അപ്പോൾ അവർ കള്ളുകൂടിൻ്റെ പുള്ളി ചെയ്യും, ഒരു വരയിട്ടിട്ട് ഇപ്പുറത്ത് വരാമെന്ന് പറഞ്ഞ സംഭവം. അത് കേട്ടിട്ടുള്ളതല്ല, ഞാൻ ആരും ലൈവ് ചെയ്യുന്ന കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് പിന്നെ വീട്ടിൽ പിന്നെ അപ്പൻ കഴിക്കുമായിരുന്നു. അപ്പം കഴിച്ചിട്ട് ഈ ഡയലോഗുകളൊക്കെ പറയും, കുടിച്ചിട്ട് ഡയലോഗ് പറയുമല്ലോ. അതൊക്കെ ഞാൻ അപ്പം പോയി കഴിയുമ്പം അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ ആ കറക്റ്റ് എനിക്കറിയാം ഈ കുടിച്ചിട്ട് എങ്ങനെ സംസാരിക്കുന്ന രീതിയും പോക്കുകളും കാര്യങ്ങളെല്ലാം മീറ്ററുകൾ മൊത്തം എനിക്കറിയാം. അത് ബേസായിട്ട് വെച്ചിട്ട് നമ്മുടെ അടുത്തുള്ള കുറേ ഭയങ്കരമായ സംഭവങ്ങൾ ചെയ്യുന്നത്. അതായത് കള്ളു കുടിച്ചിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നല്ല, അവരുടെ ഓരോരോ ചേഷ്ടകളുണ്ട്. അത് ഭയങ്കര രസമുള്ളതാണ്. അത് ഇതിലൂടെ ആഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഈ സംഭവം ഉണ്ടാക്കി. ഈ പല്ലിറുമ്പുന്ന ഒരു അത് ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു ഒരു രക്ഷയുണ്ടായിരുന്നു വീട്ടിലല്ല വീട്ടിനടുത്തുള്ള. അദ്ദേഹം ഇങ്ങനെ കടിച്ച പറഞ്ഞ അമ്മ മാതാവേ ഇങ്ങനെ ഞാൻ ഈ ശബ്ദം എവിടെ വരുന്നത്? പല്ല് ഇങ്ങനെ കടിക്കുന്നത്. അത് പുള്ളിയുടെ സംഭവം. അത് കാരണം ബ്രന്തിൻ്റെ അതൊക്കെ പുള്ളിയുടെ സാധനങ്ങളാണ്. പിന്നെ എന്തെങ്കിലും പറയാനായിട്ട് വന്നിട്ട് പിന്നെ പറയാതെ അത് ഞങ്ങളുടെ വേറൊരു കക്ഷിയാണ്. അദ്ദേഹം സംസാരിച്ചിട്ട് ഇങ്ങനെ വരും. നമ്മൾ ഇപ്പം ഇദ്ദേഹത്തിന് സംസാരിച്ച് നിന്നോട് സംസാരിക്കാനായിട്ട് വന്നിട്ട് അത് പറയത്തില്ല. ഇപ്പം ഇവിടുത്തെ കാര്യം സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ അങ്ങനെ പറയണം, പിന്നെ ഓണം എൻ്റെ ഓണം പിന്നെ എപ്പോഴാണ് കണ്ട
ഇങ്ങനെ പോകും. നമ്മളായിരിക്കും ഇപ്പൊ പറയും നമ്മൾ നോക്കി പറയത്തില്ല, പുള്ളിയെ പോകും. അങ്ങനെ 1-2 കക്ഷികളുണ്ട്, അവരുടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയണതല്ല. ഓക്കെ, നിരവധി കോളേഴ്സ് വിളിക്കുന്നുണ്ട്, എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചില കോളേഴ്സിനെ എടുക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഓണാശംസകൾ. തീർച്ചയായിട്ടും ഓണാശംസകൾ. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നസറുദ്ദീൻ ഷാ. ഓക്കെ, നെൽസൺ ചേട്ടനും അമ്പിളി സോമനും ഉണ്ട്, സംസാരിച്ചോളൂ. ഹായ് നെൽസൺ ചേട്ടാ. ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ആണ്. എവിടെന്നാ? നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോട് പിന്നെ കുറ്റ്യാടി. ഓക്കെ, അമ്പിളി സോമൻ കോഴിക്കോടുകാരിയാണ്. അതെ, കോഴിക്കോട് എവിടെ? കോഴിക്കോട് പാവങ്ങാട് പുതിയാപ്പാന്ന് പാവങ്ങാട് പറയും. അതെ അതെ. ഓക്കെ. നമ്മള് ഔട്ട് ഓഫ് സിറ്റി ആണ്, കുറ്റ്യാടി. ഓ ശരി ശരി. എന്താണ് ഓണമായിട്ട് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ ലീവ് എടുക്കുന്നുണ്ടോ? ഓണമായിട്ട് ലീവ് എടുക്കുന്നില്ല. പിന്നെ ഓണത്തിന് ഇവിടെ പിന്നെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഒന്നുമില്ല. ഒരു സദ്യ കഴിക്കണം എന്നുണ്ട്. ഓക്കെ. പിന്നെ നാട്ടിലല്ലേ ആഘോഷങ്ങളൊക്കെ കൂടുതലായിട്ട്, ഇവിടെ ഇപ്പോ പ്രത്യേകിച്ചൊരു ആഘോഷമൊന്നുമില്ല. എന്തായാലും സദ്യ കഴിക്കും. അല്ല, ആഘോഷമില്ല എന്ന് പറയണ്ട. കാരണം 14-ാം തീയതി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നാളെ അറേബ്യൻ കോമഡി നൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നെൽസൺ ചേട്ടനും അമ്പിളി സോമനും ടിനു ടോം, കനിഹ, അങ്ങനെ നിരവധി മലയാളത്തിലെ പ്രഗത്ഭരായ അനുഗ്രഹീത കലാകാരന്മാരുടെ പ്രകടനമുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നാളെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിപാടികൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഓണാഘോഷം ഇല്ല എന്ന് പറയരുത്. ഓണം തകർത്ത് കൊണ്ടാടുകയാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ആ പരിപാടിന്റെ ടിക്കറ്റ് എവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും? ടിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ NTV കണ്ടുകൊണ്ടേയിരിക്കുക, വിളിച്ചുകൊണ്ടേയിരിക്കുക. പരിപാടി അല്ലെങ്കിൽ NTVയിലേക്ക് നേരിട്ട് വന്നോളൂ, ടിക്കറ്റ് തരുന്നതായിരിക്കും. സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വന്നോളൂ കേട്ടോ. സ്റ്റുഡിയോയിൽ നേരിട്ട് വന്നോളൂ, ടിക്കറ്റ് നൽകുന്നതായിരിക്കും. ആയിക്കോട്ടെ. വിളിച്ച് ലൈൻ കിട്ടിയാൽ മാത്രം മതി ടിക്കറ്റ് നൽകുന്നത്. പാട്ട് പാടിത്തരുമോ? തീർച്ചയായിട്ടും. അടുത്ത പാട്ട് നെൽസൺ ചേട്ടൻ ഏത് പാട്ടാണ് അറിയാതെ പറ. ചോദിച്ചോളൂ. എനിക്ക് എന്റെ ഒരു പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മമ്മൂട്ടിന്റെ ഒരു പഴയ സിനിമയായിട്ടുള്ള ജാക്ക്പോട്ടിലുള്ള ഒരു പാട്ടുണ്ട്. ഇളയരാജ സാറ് മ്യൂസിക് നൽകി ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്. ഞാൻ 2 വരി പാടാ. നെൽസൺ ചേട്ടനെ അറിയെങ്കിലും മാത്രം പാടിയാൽ മതി. ഓക്കെ. എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ. ആ, പാടിക്കോളൂ, കുഴപ്പമില്ല. പാട്ടറിയാലോ. പാടിക്കോളൂ. താഴ്വാരും മൺപൂവേ തീക്കായും വെൺപൂവേ മൂടൽ മഞ്ഞുമാ അറിയത്തില്ല. ചൂടും തെന്നലാ ദേവി നിന്നെയൻ പേരെങ്ങനെ പറഞ്ഞ പുള്ളിയുടെ? നസറുദ്ദീൻ ഷാ. നസറുദ്ദീനെ ഇതാണ് പാട്ട്. നസറുദ്ദീനെ ആ പാട്ട് എനിക്ക് അറിയത്തില്ല. തുടക്കത്തിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ നസറുദ്ദീൻ നടത്തുന്നില്ല. നസറുദ്ദീൻ, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ ടിക്കറ്റ് നൽകുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കോള് കണക്ട് ആയി കഴിഞ്ഞാൽ ഈ പരിപാടി കാണാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അമ്പിളി പറയൂ, സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു. മറക്കാനാവാത്ത, ഇപ്പൊ ചെയ്ത സിനിമകളിൽ മറക്കാനാവാത്ത ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയും. മറക്കാനാവാത്ത ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ സത്യേട്ടന്റെ ഒരു പടം ഉണ്ടായിരുന്നു, എന്നും എപ്പോഴും. അതില് ഞാൻ അവിടെ ചെല്ലുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ലാലേട്ടന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനാ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് സത്യേട്ടൻ ചോദിച്ചു ടെൻഷൻ ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. എന്തിനാ ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഇല്ല സത്യേട്ടാന്ന് പറഞ്ഞു. എന്നാ ബാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ ലാലേട്ടൻ. അപ്പം അവിടെയുള്ള കണ്ടാ അറിയാം, ആ സ്റ്റുഡിയോയില് ഒരു ഫോട്ടോ എടുക്കാൻ വരുന്ന ഒരു UK വിദ്യാർത്ഥിനിയാന്ന് പറഞ്ഞു വരുന്ന ഒരു ഇതായിരുന്നു. ഞാൻ ചെന്നു. അപ്പോൾ വളരെ കോപ്പറേഷൻ ആയിരുന്നു. എനിക്കത് പെട്ടെന്ന് നമ്മളൊരു പ്രിപ്പയർഡ് അല്ലല്ലോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ സത്യേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറെടുപ്പും ഇല്ല. അപ്പം പിന്നെ സത്യേട്ടനെ പോലെ ഒരു ഡയറക്ടർ വിളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് ഏതാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറെ ഡയറക്ടേഴ്സ് മലയാളത്തിലുണ്ടല്ലോ, പാടില്ല, അത് തെറ്റാണ്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം സത്യേട്ടൻ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ ഡയറക്ടർ അക്കു അക്ബറിന്റെ ആണെങ്കിലും സാർ ആണെങ്കിലും വളരെയധികം തമാശകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരുപാട് അനുഭവമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കണ്ട് ആരാധിച്ച സത്യേട്ടനും ലാലേട്ടന്റെ കൂടിയൊക്കെ ഒരു പടം അല്ലേ, ഒരു ഡ്രീം തന്നെയാണ്. തീർച്ചയായും. എന്തായാലും ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നു. ഹലോ
ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. ഹലോ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ടോണി മാത്യു. ടോണി, എവിടുന്നാ വിളിക്കുന്നത്? ദുബായിലാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നോടൊപ്പം അമ്പിളി സോമനും നെൽസൺ ചേട്ടനുമുണ്ട്. അറേബ്യൻ മ്യൂസിക്കൽ കോമഡി നൈറ്റ് എന്ന് പറയുന്ന പരിപാടി നാളെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും 15-ാം തീയതി റാസൽ കൈമയിലും 16-ാം തീയതി ദുബായിലും നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മലയാളത്തിലെ പ്രഗത്ഭരായ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ അവർ ഓരോരുത്തരായ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെൽസൺ ചേട്ടനും അമ്പിളി സോമനും നമ്മോടൊപ്പം ഉണ്ട്. വിശേഷങ്ങൾ ചോദിച്ചോളൂ. ഹലോ നെൽസൺ ചേട്ടാ. ഹായ്, ഓണാശംസകൾ. ഓണാശംസകൾ. ഹായ് അമ്പിളി. ഹായ്, ഓണാശംസകൾ. ഓണാശംസകൾ. നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാന് കാഞ്ഞിരപ്പള്ളിയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. ദുബായിലാണോ അബുദാബിയിൽ? എവിടെയാ താമസിക്കുന്നത്? ദുബായിലാണ് താമസിക്കുന്നത്. കുടുംബത്തോടൊപ്പമാണോ? പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്, ഫിലിംസ് കാണാറുണ്ട്. സൂപ്പർ പെർഫോമൻസ് ആണ്. താങ്ക് യു. നെൽസൺ ചേട്ടൻ താരമാണ്. ഇപ്പൊ സിനിമയിലും സിനിമയിലും സ്റ്റേജിലും ഒരേപോലെ താരമാണ്. ഓക്കെ, ഒറ്റ എപ്പിസോഡ് പോലും വിടാതെ കാണാറുണ്ടായിരുന്നു മറ്റേ കോമഡി നൈറ്റ്സ് ഒക്കെ. അതെ 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 തകർത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് വിജയിയായത് അല്ലേ? അതെ 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 അതെ. കുടുംബത്തോടൊപ്പമാണോ ഇവിടെ? പാടാൻ പറ്റുമോ നെൽസൺ ചേട്ടന്? ഇങ്ങനെ ഏതേലും രണ്ടുപേരി പാടാൻ പറ്റുമോ നെൽസൺ ചേട്ടൻ? ഞാൻ കുറച്ച് മുമ്പ് പാട്ട് കേട്ടായിരുന്നു. പാടാലോ. ക്ലാസിക്കൽ ക്ലാസിക്കൽ ക്ലാസിക്കലാണ് വേണ്ടത്. ഏതെങ്കിലും പാടി. ഓക്കെ. മമ വസദ ജനനീ അംബ മമ വസദ ജനനീ മഹിഷാസുരസൂദനീ അംബ മമ വസദ ജനനീ കുരുമേ കുശലം സദാ കുരുമേ കുശലം സദാ കമലന പാനുജ നിരവധി പവകേദ നിവാരണ നിരവധി പവകേദ നിവാരണ ചാരുണു ധനാഹര ചാരുണു ധനാഹര ചാരുണു ധനാഹര ചതിസാസി ചിത്തവേളി കാമദാന നീരദ കടാക്ഷപടൂജനീരമ വസദ ജനനീ കേട്ടല്ലോ? സൂപ്പർ. സൂപ്പർ സൂപ്പർ. ഓക്കെ, എന്തായാലും വിളിച്ചതിന് ഭയങ്കര ടാലന്റ് കേട്ടോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ലാസിക്കൽ മ്യൂസിക് ഒട്ടും വൈകിട്ടില്ല, ഇപ്പോഴും ശരിക്കും പഠിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറയായിരുന്നു. അല്ല, എല്ലാ മേഖലയിലും ടാലന്റ് ഉണ്ട്. അഭിനയം, തീർച്ചയായിട്ടും കോമഡി, പാട്ട്. അതെ, യഥാർത്ഥ കലാകാരന്മാരുടെ പ്രതിഭ കഴിവ് ആർക്കും മൂടിവെക്കാൻ സാധിക്കില്ല. അവർ വളർന്നു വരിക തന്നെ, കയറി വരിക തന്നെ ചെയ്യും. അപ്പൊ മികച്ച പ്രകടനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. താങ്ക് യു. അതാ വേണ്ടത്. എല്ലാ ഐശ്വര്യങ്ങളും, ഒരുപാട് ഫിലിമുകൾ വരട്ടാനും കൂടെ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ നന്ദി. അമ്പിളി സോമനും കൂടി വിഷസ് അറിയിച്ചോളൂ. ഹായ് അമ്പിളി, ഓണാശംസകൾ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സെയിം ടു യു. ഓക്കെ, എന്തായാലും സ്റ്റുഡിയോയിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ അറേബ്യൻ കോമഡി നൈറ്റ് ഷോ കാണാനുള്ള ടിക്കറ്റ് നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. നെൽസൺ ചേട്ടാ, മണിച്ചേട്ടനുമായിട്ടുള്ളൊരു സൗഹൃദം നേരത്തെ നമ്മൾ സംസാരിക്കും പറഞ്ഞതുപോലെ തന്നെ മണിച്ചേട്ടൻ മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മരിച്ചു എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ തോന്നുന്നില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും. മണിച്ചേട്ടനായിട്ടുള്ള സൗഹൃദം, അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് നമ്മൾ മണിച്ചേട്ടന് ആദ്യം മണി നമ്മൾ മണിച്ചേട്ടൻ എന്നുള്ള നമ്മൾ ഒരുപാട് ബന്ധം ശേഷം നമ്മൾ ഈ സ്റ്റാറിനെ ചേട്ടാന്നൊക്കെ ചെയ്തു. അതുവരെ നമ്മൾ പേരിൽ കലാമണി ഇങ്ങനെ മണി എന്ന് പറഞ്ഞ കിടിലോ എന്നൊക്കെ നമ്മളങ്ങനെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് കാണാനൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഈ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങിയ ശേഷം അപ്പം എന്നെ പരിചയം നെൽസൺ കുടിയൻ്റെ ഒക്കെ ചെയ്യുന്നു. ആ മോനെ നിന്റെ കണ്ടിട്ടുണ്ടടാ, ആ കൊള്ളാം കേട്ടോ, നല്ലതാണ് നമ്മളെ കെട്ടിയൊക്കെ പിടിച്ച്. പിന്നെ അന്ന് പോലെ നമ്മളൊരു അനിയൻ്റെ അടുത്തുള്ള സ്നേഹം പോലെയാണ് നമ്മൾ. പുള്ളിയുടെ കൂടെ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല.
ഒരുപാട് ട്രിപ്പിന് ദുബായിലൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്പോഴൊക്കെ നമ്മളൊരു നല്ല ശ്രദ്ധയും കാര്യങ്ങളും നല്ല ഒരു അനിയനെ പോലുള്ള സ്നേഹം നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് നല്ല സ്നേഹിയായിരുന്നു അല്ലേ? മനുഷ്യൻ്റെ തീർച്ചയായിട്ടും. അതിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഓണാശംസകൾ. ഓണാശംസകൾ. ആരാ വിളിക്കുന്നത്? ഹായ്, എന്റെ പേര് അമൽറാണി. എവിടുന്നാ വിളിക്കുന്നത്? അബുദാബിയിൽ. ഓക്കെ, നെൽസൺ ചേട്ടനും അമ്പിളി സോമനും നമ്മോടൊപ്പം ഉണ്ട്. സംസാരിച്ചോ. നെൽസൺ ചേട്ടാ, അമ്മ ചേച്ചി ഹാപ്പി ആണോ? ഹാപ്പി ഓണം. എന്താണ് പറഞ്ഞോളൂ. നെൽസൺ ചേട്ടന്റെ സ്കിറ്റൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നപ്പോ നെൽസൺ ചേട്ടൻ ആ പാട്ട് പാടിയില്ലേ? ഓ, അതാ VIP ടീമിന് വേണ്ടിയിട്ടല്ലായിരുന്നു അന്ന് പാടിയത്. അത് പാടിയായിരുന്നു സ്കിറ്റിലുണ്ടായിരുന്നു. അതിന് വേണ്ടി പഠിപ്പിക്കാൻ വന്നപ്പോഴേ ആ കുട്ടിയുടെ കൈയൊക്കെ പിടിച്ച് തിരിക്കുന്ന രംഗമൊക്കെ ഇല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും കാണാറുണ്ട്. അതിലാ പാട്ട് പഠിപ്പിക്കാൻ വരുന്ന ഭാഷയായിട്ട് വരുന്നതും പിന്നെ നോബിച്ചേട്ടനെ കളിയാക്കുന്നതും മൃദംഗം വഹിക്കുന്ന ആളെ കളിയാക്കുന്നേക്കില്ലേ, തെന്നാലി രാമനായിട്ടൊക്കെ പറയുന്നത്. ഒരു കർച്ചീഫ് മതി പറയാം. അവന് ജബ്ബ തയ്പ്പിക്കാൻ ഒരു കർച്ചീഫ് മതി എന്ന് പറയും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നെൽസൺ ചേട്ടനോട് ചോദിക്കാനുള്ളത് അറിയാമോ? മറ്റേ സ്പാനിഷ് മസാലയിൽ നെൽസൺ ചേട്ടൻ കഥയൊക്കെ എഴുതുന്നതായിട്ട് കാണിക്കത്തില്ലേ? എങ്ങനെ? സ്പാനിഷ് മസാലയിൽ കഥ അതെ. എഴുതുന്നതായിട്ട്. അപ്പൊ ആ കഥയൊക്കെ നെൽസൺ ചേട്ടൻ തനിയെ എഴുതിയതാണോ അതോ അന്നേരം ആ കഥാകൃത്ത് പറഞ്ഞുകൊണ്ട് എഴുതിയതാണോ? അത് കഥാകൃത്ത് എഴുതി അതിനകത്തുള്ള നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് നെൽസൺ ചേട്ടൻ തന്നെ ചെയ്ത പോലത്തെ ഒരു ഫീല് കിട്ടി അല്ലേ? അതിനകത്ത് ഓരോ മണ്ടത്തിലും കാണിക്കുന്നതിലും ആ കഥ പറയുന്നതിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അമ്പിളി സോമൻ നമ്മോടൊപ്പം ഉണ്ട്. അമ്പിളി സോമനോട് വിശേഷങ്ങൾ ചോദിച്ചോളൂ. അമ്പിളി ചേച്ചിനെ എനിക്ക് സിനിമയിൽ കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പം ഇതിൽ കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ കണ്ടാലേ ചിലപ്പോൾ മനസ്സിലാവും. അതാ കൂടുതലും അമ്പിളി ചേച്ചിയോട് സംസാരിക്കാത്തത്. ആര് വിളിച്ചാലും എല്ലാരും നെൽസൺ ചേട്ടന്റെ കിറ്റൊക്കെ കൂടുതൽ കാണുന്നുണ്ടാ കൂടുതൽ നെൽസൺ ചേട്ടനോട് സംസാരിക്കുന്നത്. വിഷമിക്കണ്ടെന്നാ പറയുന്നത്. അല്ല, വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മുഖം ഒന്ന് മാറിയിരുന്നതായിരുന്നു. ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സൂര്യ ടിവിയിൽ ഒരു പുതിയ സീരിയൽ വരുന്നുണ്ട്, അരികെ നീ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് കാണണം. ഹൊറർ സീരിയലാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. തീർച്ചയായും. അതുപോലെ സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ അറേബ്യൻ കോമഡി നൈറ്റ് ഷോ കാണാനുള്ള ടിക്കറ്റ് നൽകുന്നതായിരിക്കും. ഓക്കെ, ശരി. അതുകൊണ്ടാ പറഞ്ഞത്. നാളെ ജോലി ഉണ്ടല്ലോ. ബുദ്ധിമുട്ടാണ് ഇവിടെ വരാം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് വളരെ 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 സന്തോഷം. നെൽസൺ ചേട്ടൻ താരം എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഈ സ്കിറ്റൊക്കെ ചെയ്തിട്ട് വർഷങ്ങളായി ഒരു വരി പോലും തെറ്റാതെ പ്രേക്ഷകരത് മനസ്സിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനും കാരണം എന്നല്ല എൻ്റെ സ്കിറ്റുകൾ, എൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാൻ കാര്യം അത് തന്നെ. നമ്മൾ സാധാരണക്കാർക്ക് രസിക്കുന്ന രീതിയിലുള്ള സ്കിറ്റുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. സാധാരണ അത് നമുക്ക് നാട്ടുകൾ സംഭവിക്കുന്ന കുറെ കഥകളാണ് നമ്മളെടുത്ത് ഈ സ്കിറ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഒരുപാട് ഇഷ്ടം വരുന്നത്. മണിച്ചേട്ടന്റെ ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുകയായിരുന്നു. അപ്പൊ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ട് മണിച്ചേട്ടന്റെ പാട്ട് ഞാൻ പാടുന്നത് സ്റ്റേജിൽ വിളിക്കും. നെൽസൺ ശൂരനാട് എന്ന് പറഞ്ഞ് വിളിക്കും. എല്ലാവരും കൈയടിച്ച് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറയും എല്ലാ സ്റ്റേജിലും ഞാൻ പാടുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. മണിച്ചേട്ടൻ്റെ ഒരു 4 വരി പാട്ട് പാടാം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു 4 വരി പാട്ട് പാടാം. അതിലേക്ക് കടക്കും. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓണാശംസകൾ. ആരാണ് സംസാരിക്കുന്നത്? ഓണാശംസകൾ. ഷിമിൽ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഷിമിൽ, എന്നോടൊപ്പം അമ്പിളി സോമനും നെൽസൺ ചേട്ടനുമുണ്ട്. ഓണവിശേഷങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു. ചോദിച്ചോളൂ. പറഞ്ഞോ. നെൽസൺ ചേട്ടാ, ഓണാശംസകൾ. ഹായ്, ഓണാശംസകൾ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓണായിട്ട് എന്താണ് പരിപാടി? നാളെ ലീവ് എടുക്കുന്നുണ്ടോ? നാളെ ഞങ്ങൾ 3-4 പേരുണ്ട്. ഞങ്ങളൊരു ബാച്ചലർ അക്കോമഡേഷൻ ആണ്. ഓക്കെ.
നാളെ ഓഫീസ് ഉണ്ട്, ഒരുപാട് പേർക്ക്. ഞങ്ങൾ ലീവിന് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, ലീവ് കിട്ടുകയാണെങ്കിൽ സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറേബ്യൻ കോമഡി നൈറ്റ് കാണാനുള്ള പാസ് നൽകുന്നതായിരിക്കും. സ്റ്റുഡിയോ എവിടെയാണ്? സ്റ്റുഡിയോ എവിടെയാണ്? ഓക്കെ, ഇത് ഷാർജയിലാണ്. ഡീറ്റെയിൽസ് പ്ലേ ഔട്ട് എന്ന് പറഞ്ഞു തരും, വിളിച്ചാൽ മതി. ഓക്കെ, ഈ നമ്പർ തന്നെ അതെ 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 അതെ, ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ 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 ഓക്കെ. പാട്ട് പാടുതരോ? ആ, തീർച്ചയായിട്ടും. നെൽസൺ ഒരു പാട്ട് പാടാൻ പോകണം. മണിച്ചേട്ടന്റെ ഓർമ്മകളിലെ ഒരു മണിച്ചേട്ടന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാൻ പോകുന്നുണ്ട്. ആ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. കൂട്ടുകാരോടൊക്കെ ഓണാശംസകൾ അറിയിക്കുക. എല്ലാവരോടും പറയാം, എല്ലാവരോടും പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാ സ്റ്റേജ് ഞാൻ പാടുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് ഇങ്ങനെ താഴോട്ട് പിള്ളേർക്ക് പറഞ്ഞിട്ട് ആ പാട്ട് പാടും. ഓക്കെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. ശരിക്കും അത് അതാണ് ഈ മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ ഒരു പ്രത്യേകത. എന്തായാലും എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുകയും എല്ലാവരും കണ്ണു നിറയുകയും ചെയ്യുന്നു. വലിയൊരു ഷോക്കാണ് നമുക്ക് തന്നിട്ട് പോയ പോലെ അല്ലേ. എന്തായാലും ഒരു കോളർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ EP ജോൺസൺ ആണ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഷാർജ എന്നാണ്. ഞാൻ നെൽസന്റെ തൊട്ട് അയൽക്കാരനാണ്, നെയ്ബറാണ്. ഓക്കെ, നെൽസൺ ചേട്ടനും അമ്പിളി സോമനും ഉണ്ട്. ചോദിച്ചോളൂ വിശേഷങ്ങൾ. നെൽസനും അമ്പിളിക്കും ഓണാശംസകള്, ഈദാശംസകൾ നേരുന്നു. നെൽസൺ, പറയൂ. ഇത് ജോൺസൺ ചാനാണ്, ഡോക്ടർ ബാബുസിന്റെ മോൻ. എപ്പോ എത്തി? ഞാന് പിന്നെ മസ്കറ്റിലായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി രാവിലെ എത്തി. ഓക്കെ, നാളെ വൈകിട്ട് അസോസിയേഷൻ ഉണ്ട്, പരിപാടി ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അവിടെ ഞാൻ കാണാൻ നോക്കാം. സുഖമാണോ? സുഖം സുഖം സുഖം. തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ കാരണമുണ്ട്, അതുകൊണ്ടാ തടി വെച്ചത്. സൂക്ഷിക്കുക. ഞാൻ ഓഗസ്റ്റിൽ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ശരി 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 ശരി. ഓക്കെ, അടുത്ത വെള്ളിയാഴ്ച നാട്ടിലുണ്ട്. ശരി ശരി. അപ്പൊ വിളിക്കും 23-ാം തീയതി. ഓക്കെ, എന്നാട്ടി വന്നിട്ട് വിളിക്കാം. ശരി ശരി. എല്ലാവർക്കും ആശംസകൾ രണ്ടുപേർക്കും ഒരിക്കൽ കൂടെ. താങ്ക് യു. വിളിച്ചതിന് വളരെ നന്ദി. സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ അറേബ്യൻ മ്യൂസിക്കൽ കോമഡി നൈറ്റ് ഷോ കാണാനുള്ള ടിക്കറ്റ് നൽകുന്നതായിരിക്കും. വിളിച്ചതിന് വളരെ നന്ദി. നെൽസൺ ചേട്ടാ, നാട്ടുകാരൊക്കെയാണ് വിളിക്കുന്നത്. നെൽസൺ ചേട്ടൻ നന്നായിട്ടുണ്ട്, തടിയെ കൂടിയിട്ടുണ്ട്. ഞാൻ നാട്ടുകാരൊക്കെ ഗൾഫിൽ വരുന്ന. നെൽസൺ ചേട്ടാ, ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഇതുപോലെ സ്റ്റേജുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ഇനി പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടോ? എന്താണ് ചെയ്യണം എന്നുള്ള പ്ലാനുകൾ നമുക്ക് കേട്ടാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും സ്റ്റേജിൽ നിന്ന് വിട്ടുപോകത്തില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്ന് സ്റ്റേജിൽ പെർഫോമൻസ് അവസാനിപ്പിക്കുന്നതല്ലാതെ സ്റ്റേജിൽ നിന്ന് പോകണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. സ്റ്റേജാണ് നമ്മളെല്ലാം ചോറ്. അത് നമുക്ക് കഴിവിന് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വിചാരം. അതുകൊണ്ടാണ്, അല്ല അഹങ്കാരത്തോട് പറയുന്നില്ല. എനിക്ക് SP എന്നെ ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. നമ്മൾ വോഡാഫോണും ഒക്കെ കോമഡി സ്റ്റാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ആ രീതിയിൽ തന്നെ ആരെ വെറുപ്പിക്കുക. അതായത് കോമഡിയിലേ ചെയ്തേ അവർക്ക് താല്പര്യം പറയണ്ടേ. അപ്പം വൃത്തികളില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സന്തോഷിപ്പിച്ച് ഇനി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സിനിമ എനിക്ക് ചെറിയ അങ്ങനെ പറഞ്ഞു വിടാൻ ഞാനും പറയാം. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, പറയുന്നതിന് കുഴപ്പമില്ല. ഈ വില്ലൻ്റെ ഒക്കെ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഈ മറ്റു വില്ലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റൊക്കെ അമ്പരപ്പിക്കുന്ന വില്ലനൊന്നും അല്ല. സാധാരണ ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിയടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന പന്ന സ്വഭാവം കാണിക്കുന്ന ചിലമാരുണ്ടല്ലോ, ചില വ്യക്തികൾ. അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാൽ, ഞാൻ സ്കൂളിൽ ഒക്കെ പഠിക്കും ബെസ്റ്റ് ആക്ടറായിരുന്നു 2 ജില്ലാതലത്തിലൊക്കെ. അപ്പോൾ എനിക്ക് ഈ വെറൈറ്റി ആയിട്ട് നല്ല ക്യാരക്ടർ കിട്ടിയാൽ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഇപ്പൊ കാണുന്നില്ല പ്രേക്ഷകർ വിളിക്കുന്നത് നെൽസൺ ചേട്ടൻ താരം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഓക്കെ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം.
ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഷാർജൻ സുനിലാണ്. സുനില്, ഓണായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഓ സുഖം, വീട്ടിൽ തന്നെ, ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ആണ്. നാളെ ലീവാണോ? നാളെ ലീവല്ല, നാളെ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ് അല്ലേ? സുനിൽ, നെൽസൺ ചേട്ടനും അമ്പിളി സോമനും രണ്ട് അനുഗ്രഹീത കലാകാരന്മാർ എന്നോടൊപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. ഉണ്ട്, ഞങ്ങൾക്ക് അറിയാം. പിന്നെ നെൽസൺ ചേട്ടന്റെ പരിപാടികൾ കാണാറുണ്ട്. പിന്നെ മോൻ ഭയങ്കര കലാഭാമണിന്റെ ഭയങ്കര ആരാധകനാണ്. പ്രായാധികമില്ല, എന്നാലും പാട്ടൊക്കെ പാടും ചെറുതായിട്ട്. മോനുണ്ടോ അവിടെ? കൂടെ ഉണ്ട്, കൂടെ ഉണ്ട്. കൊടുക്കൂ. ഒരു മിനിറ്റ്. ഹലോ. മോന്, നെൽസൺ ചേട്ടനെ അമ്പിളി ചേച്ചിനെയൊക്കെ അറിയോ? ഒരു കലാഭാമണി ചേട്ടന്റെ പക്കോടി കൊടുക്ക്. ഓടംപരം പോരോരോ ഞാൻ വേർഡ്സ് ഒന്നും ക്ലിയർ അല്ല. അവനത്ര പാടില്ലേ? കണ്ടില്ലല്ലോ. അഭിനയിക്കും ഞങ്ങളെ ഓണാശംസകൾ. വിളിച്ചതിന് വളരെ നന്ദി. നാളെ വൈകിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടക്കുന്ന അറേബ്യൻ മ്യൂസിക്കൽ കോമഡി നൈറ്റ് ഷോയുടെ ടിക്കറ്റ് കാണാനുള്ള ടിക്കറ്റ് നൽകുന്നതായിരിക്കും ഇവിടെ വന്നാൽ. വിളിച്ചതിന് വളരെ നന്ദി. നെൽസൺ ചേട്ടാ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ആക്ച്വലി ഇന്ന് നമ്മുടെ ചെയർമാന്റെ ജന്മദിനമാണ്. ചെയർമാൻ എന്ന് പറയുമ്പോൾ ഒരു മുതലാളി എന്നതിലപ്പുറത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു സന്തോഷത്തിനും നെൽസൺ ചേട്ടൻ അറിയാൻ വേണ്ടി പറയാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മൊബൈൽ നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് കൊടുത്ത വ്യക്തിയാണ്. 24 മണിക്കൂർ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് പ്രവാസികളുടെ എന്ത് പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തെ വിളിക്കാവുന്ന, ഉറങ്ങുമ്പോഴാവട്ടെ എപ്പോഴായാലും സ്വന്തം മൊബൈൽ നമ്പർ ടിവിയിൽ എഴുതി കാണിച്ച് വിളിച്ചോളൂ. അപ്പോ അത്തരത്തിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് ഈവൻ പരസ്യങ്ങളില്ലാതെ പ്രവാസികൾക്ക് ആദ്യമായിട്ട് ബജറ്റിൽ ഒരു 50 കോടി രൂപ മാറ്റിവെക്കുന്ന രീതിയിൽ പരസ്യങ്ങളൊന്നുമില്ല, അത് 1 മാസം നീണ്ടു നിന്ന ചർച്ചയിലൂടെ കേരള നിയമസഭയിൽ അത് പാസ്സാക്കുകയും പ്രവാസികൾക്ക് 50 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുകയൊക്കെ ചെയ്തത് NTV ചെയർമാന്റെ നേതൃത്വത്തിൽ NTV നടത്തിയ ചർച്ചയിലൂടെയാണ്. അങ്ങനെ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ മാത്രം പ്രവാസികൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിട്ടുള്ള ഒരു ചാനലാണ്. അതിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് നോക്കാതെ ഈവൻ പലപ്പോഴും നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ഇട്ടിട്ടാണ് ഓഫീസിലൊക്കെ വരാറ്. അങ്ങനെ ഒരു മനുഷ്യരാണ്. സാറ് നാട്ടിലാണ്, അമ്മക്ക് സുഖമില്ലാത്തോണ്ട് നാട്ടിൽ അമ്മക്ക് സുഖമില്ലാത്തോണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നതാണ്. എന്തായാലും കാണുന്നുണ്ടാകും. സാർ, ഒരുപാട് ഒരുപാട് ജന്മദിനാശംസകൾ. നെൽസൺ ചേട്ടാ പറഞ്ഞോളൂ. എന്താ പറയുന്നത്, നമ്മൾക്ക് വാക്കുകളിൽ അദ്ദേഹത്തെ കേട്ടപ്പോൾ പറയാം. എന്തായാലും എല്ലാവിധത്തിലുള്ള ആശംസകളും ജന്മദിനത്തിൽ ഞാൻ നേരിടും. മാത്തുക്കുട്ടി സാർ കേൾക്കുന്നുണ്ടാവും, അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും എന്നറിയാം. ആ ഒരു ശക്തി തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. അമ്പിളി പറയൂ, ഏതാണ് ഒരു ഡ്രീം റോൾ എന്ന് പറയുന്നത്? സിനിമയിൽ ഇനി ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ഏതാണ് ഒരു ഡ്രീം റോൾ എന്ന് പറയുന്നത്? ഞാൻ നെൽസൺ ചേട്ടൻ ചിരിക്കൂലെങ്കിൽ ഞാൻ പറയാം. അത് മാത്രമല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശക്ക് പറയാം. തമാശ ഒരു കാര്യമാണ്, ഇങ്ങനെ ചോദിക്കുന്നവർക്കൊന്ന് ചോദിക്കാം. നമ്മൾ ആരുടെ കാര്യം ചിന്തിക്കണം എന്നറിയാം. ഇത് കേൾക്കുന്നവരെന്തോ വിചാരിക്കും എന്നെ പറ്റി. ശരിയാണോ? ഞാൻ പറഞ്ഞ ശരിയാണോ? എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് അങ്ങ് പോയി. അല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഉദ്ദേശമല്ല. നമ്മൾ എന്റെ സ്ഥിതി തന്നെ. നമ്മളിപ്പോ എന്നെ ചോദിച്ചില്ല, പിന്നെ എന്നിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ആലോചിക്കാം സൂഹിക്കാതിരിക്കണം. നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. നമ്മുടെ ആഗ്രഹം പറയുന്നത് പറഞ്ഞു ധൈര്യമായിരുന്നു. അല്ലല്ലേ, ഇനി ഒന്നും വിചാരിക്കത്തില്ല. അത് പറഞ്ഞു ധൈര്യമായിട്ട്. എനിക്കൊരു പോലീസ് കമ്മീഷണറിന്റെ റോള് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. അതിൽ മെയിൻ കള്ളനായിട്ട് നമുക്ക് നമ്മളെ പിടിച്ചിരിക്കുന്നതായിട്ടായിട്ട്. എന്തായാലും അങ്ങനെ ഒരു വേഷം വരട്ടെ. തീർച്ചയായിട്ടും ആഗ്രഹം നടക്കുന്ന ഒരു പ്രേക്ഷകർ കൂടി. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. പേര് പറയൂ. റഫീഖ്, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ അബുദാബി. റഫീഖ്, എന്നോടൊപ്പം നെൽസൺ ചേട്ടനും അമ്പിളി സോമനും കൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചോളൂ. ഹായ് നെൽസൺ ചേട്ടാ. ഹായ്. ഹായ് അമ്പിളി ചേച്ചി. ഹായ്. ഹായ്, ഓണാശംസകൾ രണ്ടുപേർക്കും. സെയിം ടു യു. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. സുഖം. അവിടെ എന്താണ് ഓണായിട്ട് എന്താ പരിപാടി? ഓണായിട്ട് കാര്യമായിട്ട് പരിപാടി വെച്ചാല് സദ്യ തന്നെയാണ്, ഓണസദ്യ തന്നെയാണ്. നാളെ ലീവ് എടുക്കുന്നുണ്ടോ? ലീവൊക്കെ ഉണ്ട്.
റൂമിൽ തന്നെ ഓണസദ്യയാണ് കൂട്ടുകാരോടൊപ്പം. Okay. ഇതന്നെയാണ് പരിപാടി. വേറെ കാര്യം ഓക്കെ തന്നെ രണ്ടുപേർക്കും. അതെ അല്ലേ? സുഖമായിട്ട് പരിപാടിയൊക്കെ കാണാറുണ്ട് നെൽസൺ ചേട്ടന്റെ. ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ട പരിപാടിയാണ്, നല്ല പ്രോഗ്രാമാണ്. ഓക്കെ. താങ്ക് യു. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. കൂട്ടുകാരോടൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത് അതോ ഫാമിലി ഉണ്ടോ? കൂട്ടുകാരോടൊപ്പമാണ് അല്ലേ? കൂട്ടുകാരോടൊപ്പം. ഞാൻ കുറ്റ്യാടിയാണ്, കുറ്റ്യാടി റഫീഖ്. കുറ്റ്യാടിയിലാണ് സ്വദേശി. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ വളരെ നന്ദി. വീണ്ടും വിളിക്കാം. ഓക്കെ. നെൽസൺ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഒരു 4th സ്റ്റാൻഡേർഡ് മുതലേ നെൽസൺ ചേട്ടൻ വേദികളിൽ സജീവമാണ്. നാടകം, അതുപോലെ മിമിക്രി, നാടകത്തിൽ അഭിനയം തന്നെ പ്രധാനമായിട്ടും. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുടുംബത്തിൻ്റെതോ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശി, ഒരു വഴികാട്ടി എന്ന രീതിയിലൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നത് ആരുടെ പേരാണ്? അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ചാൻസ് തന്നവരാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം വഴികാട്ടിയായിട്ട് എന്നുള്ളത്. നമുക്ക് ഒരുപാട് ഇപ്പം ലാൽ ജോസ് സാറാണെങ്കിൽ നല്ലൊരു പടത്തിലേക്ക് എന്നെ വിളിച്ചു. അദ്ദേഹത്തെ എൻ്റെ ഒരു വഴികാട്ടിയില്ല. അങ്ങനെ നമുക്ക് ഓരോരോ അവസരം തന്നവരാണ്. അല്ലാതെ നമുക്ക് നീ ഇതിൽ എത്തിപ്പെടണമെന്ന് പറഞ്ഞ് എന്നെ ആരും അങ്ങനെ പറഞ്ഞ് അങ്ങനെ വിടാൻ ആരുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും, അത് കോമഡിക്ക് പോയാലും അല്ലെങ്കിൽ കോമഡി എന്തെങ്കിലും വീട്ടിൽ തന്നെ പറഞ്ഞാലും അതിന് ആരും എതിര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, ഒരു സിനിമയ്ക്ക് പോലും വേണമെന്ന് സിനിമയ്ക്ക് പോകണ്ട, ഇവിടെ ഇടാം, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോഴേ അതിന് പോകണ്ടെന്ന് അല്ലെങ്കിൽ അത് വേണ്ട, അതിന് ആവശ്യമില്ല, വല്ലതും പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, അതിനൊന്നും വിലങ്ങുതടിയായിട്ട് നിന്നിട്ടില്ല. ചേട്ടാ, ഒരു പ്രേക്ഷകൻ കൂടി ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയും. എന്റെ പേര് അനസ്, അബുദാബിയിൽ വിളിക്കുന്നു. ഓക്കെ. അനസ്, ഈദ് ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞോ? ഈദ് ആഘോഷങ്ങൾ കഴിഞ്ഞ് അടുത്തത് ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് പരിപാടി? ഓണത്തിന് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഓണത്തിന്റെ പരിപാടി നമ്മൾ ത്രിവേണിയില് പാറയില് സദ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്തായാലും എന്നോടൊപ്പം നെൽസൺ ചേട്ടനും അമ്പിളി സോമനും ഉണ്ട്. വിശേഷങ്ങൾ ചോദിച്ചോ. ചേട്ടാ, അമ്പിളി ചേച്ചി, ഹായ്. എന്താണ് ഓണായിട്ട് പരിപാടി? ഓണായിട്ട് അറേബ്യൻ കോമഡി നൈറ്റ് മ്യൂസിക്കൽ ഷോയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഭകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നാളെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് ഷോ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഉണ്ടോ? ഞങ്ങൾക്ക് ഇനി കമ്പനിയിലൊന്നും പോണില്ല. നാളെ കമ്പനി പോണത് മുണ്ടും ചുപ്പും കിട്ടണം. ഓണം ഞങ്ങൾ തകർക്കാൻ പോകും. അതെ, പ്രവാസികളാണ്. ഞാൻ നെൽസൺ ചേട്ടനോട് പറയാൻ, നമ്മളാണ് ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ പ്രവാസികളാണ് ഓണം പൊളിക്കുന്നത്. ഓണം ഈദ് എല്ലാരും നമ്മോട് പൊളിക്കുന്നത്. നമുക്ക് എല്ലാ ആഘോഷവും ഒരേപോലെയാണ്. നമുക്ക് എല്ലാവരും ആഘോഷം ഒരേപോലെ എല്ലാവരും ആഘോഷിക്കും. അതെ. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. പറയൂ. ഒരു ഫ്രണ്ടിനും കൂടി കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളൂ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നെൽസൺ ചേട്ടാ. നമസ്കാരം. പേര് പറയൂ. ഓണൊക്കെ എങ്ങനെ പോണ്? അടിച്ചുപൊളിയല്ലേ? അടിച്ചുപൊളിക്കാൻ നാളെ മുതൽ തുടങ്ങും. അറേബ്യൻ മ്യൂസിക്കൽ കോമഡി നൈറ്റ് എന്ന് പറയുന്ന ഷോ ആണ്. നാളെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചാണ്. പിന്നെ അമ്പടി എന്താണ്, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് നാട്ടിലെ വിശേഷം? നാട്ടില് നല്ല വിശേഷം. നാട്ടിൽ നിന്ന് ഇപ്പൊ ഞങ്ങള് നിങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ അതെ എല്ലാ ആഘോഷവും. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാം കാണാൻ, അതെ പ്രോഗ്രാമിന് എല്ലാവർക്കും ഓണാശംസകൾ. അതെ പ്രോഗ്രാമിന് എന്തായാലും വരണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെ ഉറപ്പായിട്ട് വരും. ഞങ്ങളിപ്പോ നാളെ ഇവിടെ ഓണത്തിന്റെ ഒരു അടിച്ചുപൊളിയുടെ മുണ്ടും ചുബിയൊക്കെ ഇട്ട് വരണം കേട്ടോ. മുണ്ടും ചുബൊക്കെ അത് നാളെ സ്പെഷ്യലാണല്ലോ. അതാ മുണ്ടും ചുബൊക്കെ വാങ്ങി മുണ്ട് കൊടുക്കാറില്ല. അന്നേരം നാളെ പരീക്ഷണം. എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. എന്റെ സുഹൃത്തിന് വേണ്ടി ഓണാശംസ പറയോ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. അനുപ്രിയ. എന്താണ് പേര്? കേട്ടില്ല. അനുപ്രിയക്ക് വേണ്ടി ഓണാശംസ. അനുപ്രിയ ഓണാശംസകൾ. ഓണാശംസകൾ. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഓക്കെ. അമ്പിളി ഇപ്പൊ പറഞ്ഞു പോലീസ് കമ്മീഷണറുടെ ഒരു വേഷമാണ് കിട്ടാൻ അങ്ങനെ ഒരു ആഗ്രഹമാണുള്ളതെന്ന് പറഞ്ഞു അല്ലെ? സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജ് കാലഘട്ടത്തിലൊക്കെ അഭിനയത്തോടുള്ള ആ ഒരു പാഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ഏറ്റവും ചെറുപ്പത്തില്
കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ശോഭന ചേച്ചി അന്നൊരു താരമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്നും താരമാണ്. ചേച്ചിയുടെ ഓരോ പെർഫോമൻസും അതും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആരും കാണാതെ ഇതുപോയി കണ്ണാടിക്ക് മുമ്പിൽ നിന്നൊക്കെ വെറുതെ ആക്ട് ചെയ്ത് നോക്കും. എൻ്റെ ഫാമിലിയിൽ നിന്നൊന്നും ആരും ആക്ടിങ് ഫീൽഡിലില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓരോ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ കരുതും അതിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് പാവങ്ങളെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ കരുതും ഞാനാണെങ്കിൽ അത് ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഇന്ന് മനസ്സിലായി അത് സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. അന്ന് അറിയില്ലായിരുന്നു അത് അഭിനയമാണെന്ന് ഇന്ന് മനസ്സിലായി. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. വളരെയധികം എന്താ പറയുക, ഞാൻ ഇഷ്ടത്തോടു കൂടി വന്ന ഒരു ഫീൽഡാണ്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കുന്ന എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ആദ്യമായിട്ട് അതെ അച്ഛൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിലും ഇന്ന് UAE ഈ ഒരു ഇന്റർവ്യൂവിന് ഇവിടെ എത്താനുള്ള കാരണം തന്നെ അച്ഛൻ്റെ അതെ പിന്തുണ തന്നെയാണ്. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. ഓണാശംസകൾ. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ജോസഫാണ്, ഷാർജയിൽ നിന്ന്. ജോസഫ്, എന്നോടൊപ്പം നെൽസൺ ചേട്ടനും അമ്പിളി സോമനും ഉണ്ട്. വിശേഷങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, നെൽസൺ ചേട്ടൻ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ഹായ് ജോസഫ്, എന്താണ് ഓണായിട്ട് എന്താണ് പരിപാടി? ഓണായിട്ട് പരിപാടി ഇപ്പൊ നാളത്തേക്കല്ലേ, ഇപ്പൊ ഈദിന്റെ പരിപാടി കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ ഓണത്തിനുള്ള സെലിബ്രേഷന്റെ ഒരുക്കങ്ങളിലാണ്. നാളെ ലീവ് എടുക്കുന്നുണ്ടോ? ലീവാണ്. ഇന്ന് നമുക്ക് സൺഡേയിൽ പോയാൽ മതി. 1 വീക്ക് ലീവാണ്. ഓക്കെ. കുടുംബത്തോടൊപ്പമാണോ അതോ കൂട്ടുകാരോടൊപ്പമാണോ ഓണം ആഘോഷിക്കുന്നത്? കുടുംബത്തോടൊപ്പമാണ്. കുടുംബമുണ്ട് ഇവിടെ ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സ്റ്റുഡിയോയിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞോളൂ. സ്റ്റുഡിയോ ഷാർജയിലാണ്. ഷാർജ അൽനാദയിലാണ് സ്റ്റുഡിയോ. വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. വരികയാണെങ്കിൽ കുടുംബത്തോടൊപ്പം ഷോ കാണാനുള്ള പാസ് നൽകുന്നതായിരിക്കും. ഓഫീസ് നമ്പറിൽ വലിയൊരു ആരാധകരാണ് ഞങ്ങള്. എല്ലാ പ്രോഗ്രാമും ഞങ്ങൾ കാണാറുണ്ട്. യൂട്യൂബിലൊക്കെ VIP-യുടെ പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്, സെർച്ച് ചെയ്തിട്ട്. ഇപ്പോഴും കാണാറുണ്ട് അല്ലേ? അപ്പൊ നേരത്തെ ഞങ്ങൾക്ക് പഴയ ഒരു പാട്ട് പാടാം. അപ്പൊ എപ്പോഴും സ്കിറ്റിലൊക്കെ പഴയ പാട്ടുകൾ പാടുമല്ലോ. അപ്പൊ ഏതെങ്കിലും നല്ലൊരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. അതിന്റെ പേര് നെൽസൺ ചേട്ടനെ കൊണ്ട് ഒരു പാട്ട് കൂടി പാടിപ്പിക്കുന്നതായിരിക്കും. അല്ല, ഇപ്പൊ നമുക്ക് ലൈവിൽ ഇപ്പൊ കേൾക്കാൻ പറ്റും. അതെ കേൾക്കാൻ പറ്റും. തീർച്ചയായിട്ടും പാടിത്തരും. ഓക്കെ, കോള് ഡ്രോപ്പ് ആയി. എന്തായാലും നെൽസൺ ചേട്ടാ, ഇതാണ് ഇപ്പോഴും VIP-യുടെ ആ പെർഫോമൻസ് ആൾക്കാർ യൂട്യൂബിൽ. അതെ, പിന്നെ ദുബായിലൊക്കെ നമ്മൾ രാജ്യത്തിന് പുറത്തുള്ളത് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്ത് വിളിക്കുമ്പോൾ എപ്പോഴും വിളിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായാലും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നതായാലും അവർ നമ്മളോട് പറയും. ചില സമയത്ത് അവർ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, ഞാൻ വെറുതെ പറയുന്നില്ല, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഒരു സ്കിറ്റ് എത്ര ടെൻഷൻ അടിച്ചടിക്കുമ്പോൾ ഈ ഇവിടുത്തെ കാര്യങ്ങളല്ലേ, വന്നിട്ട് റൂമിൽ വന്നിട്ട് ആ സ്കിറ്റ് ഒരു പ്രാവശ്യം ഇട്ട് കണ്ടിട്ട് കുറച്ച് ചിരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് പോസിറ്റീവ് എനർജിയാണ് അല്ലേ? ഓക്കെ, നെൽസൺ ചേട്ടൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സ്പാനിഷ് മസാലയിൽ ചെയ്തത്. അത് ശരിക്കും നായകനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം അല്ലേ? ഒരു വലിയൊരു കഥാപാത്രം ഞാൻ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് പ്രാധാന്യമുള്ള സംഭവമാണല്ലോ ഞാൻ ചെയ്തത്. അത് വലിയൊരു കഥാപാത്രം. നെൽസൺ ചേട്ടന്റെ അഭിനയം പറഞ്ഞ പോലെ ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ്. ഒരു എത്രയോ വർഷമായി സിനിമയിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പോലെയാണ് അത് ചെയ്തത്. ഇപ്പൊ നേരത്തെ വിളിച്ച പ്രേക്ഷകയെന്ന് പറഞ്ഞത്, അതിന്റെ അനുഭവങ്ങളൊന്നും പറയും. അനുഭവങ്ങൾ വളരെ നല്ല പോസിറ്റീവായിട്ടായിരുന്നു എല്ലാവരും നമ്മളോട് ഇടപെട്ടത്. അതാണ് അതിൻ്റെ കാര്യം. ആദ്യം ചെന്ന ഒരാളായിട്ട് എല്ലാവരെല്ലാം കണ്ടത്, നല്ല സ്നേഹമായിട്ടും. ദിലീപേട്ടനായാലും ലാൽ സാർ ബാക്കിയുള്ളവരോടൊക്കെ തെറ്റി കഴിഞ്ഞാൽ എനിക്ക് 2, 3, 4 ടേക്ക് ചില എടുത്തേക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തോ, സമ്മതം ശരിയാവും, ചെയ്തോ എന്നും പറഞ്ഞു. അങ്ങനെ അത് എല്ലാം അത് നമുക്ക് ടേക്ക് അങ്ങനെ പോയത് കാരണം നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കേണ്ടത്. ഇത്രയുള്ളൊരു 3 പേജൊക്കെ ഉള്ളൂ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം പറയാനുള്ളത്, അല്ലാതെ പ്രോമിറ്റൊന്നും ഇല്ലായിരുന്നു. ആ ഭാഗങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വന്നപ്പോഴൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് നല്ല സത്യം പറഞ്ഞാൽ കളരി എന്നൊക്കെ പറയത്തില്ല, നമ്മളൊന്നും അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. വാക്കുകൾ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ വന്നിങ്ങനെ ഇവിടം വരെ എത്തി. അതുകൊണ്ട് കളരിയിലൊന്നും പോയിട്ടില്ല. പക്ഷെ അവരൊക്കെ പറയാറുള്ള ആ കളരി പോലായിരുന്നു. ആ ഒരു കഥാപാത്രത്തിന്റെ മാനറിസം അത് നെൽസൺ ചേട്ടന്റെ തന്നെ ഒരു ഇംപ്രോവൈസേഷൻ ആണോ അതോ ലാൽ സാർ പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയാണ് ഈ കഥാപാത്രം? പിന്നെ തീർച്ചയായും ഒരു 55 വയസ്സുള്ള ഒരാളായിട്ട്, 55 വയസ്സ് ആ ഒരു ഏജ് ഒരു പ്രത്യേക മാനറിസം. പുള്ളി വെറും ലോക്കലായിട്ടുള്ള ആളല്ല. കാരണം എന്നോട് പറഞ്ഞത് ഇതൊക്കെയാണ് വർഷങ്ങളായിട്ട് റോയൽ ഫാമിലിയുടെ ഭാഗമാണ്, അവരുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള, അപ്പം നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളൊന്നും പറ്റില്ല. സാധാരണ നമ്മൾ കോമഡി സ്കിറ്റുകൾ ചെയ്യുന്നതും അതൊന്നും അല്ല. ഒരു വേറെ നമ്മുടെ കൈയും കാലും ഒക്കെ വെക്കുന്നതൊക്കെ ആ ഒരു രീതിയിലായിരിക്കണം എന്നുള്ള ആ ഒരു
ബോഡി ലാംഗ്വേജ് ഒക്കെ ആ ശ്രദ്ധിക്കണം. ഒരു രീതിയിലായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നന്നായി പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ കഥാപാത്രം പുറത്തിറങ്ങിയ ശേഷം കിട്ടിയതിൽ ഏറ്റവും മികച്ച ഒരു ഓർത്തു വെക്കാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു അഭിനന്ദനം ആരിൽ നിന്നാണ്? സിനിമാ രംഗത്തുള്ള പ്രമുഖരായ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയൊരു ഓർത്തു വെക്കാൻ പറ്റിയൊരു കാര്യം? അങ്ങനെ എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞു. അത് പുറത്തിന് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞില്ല. പ്രത്യേകമായിട്ടാരും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് സന്തോഷം തോന്നി, ആ തിയേറ്ററിൽ നിന്ന് റിലീസിന് അന്ന് ഞാൻ പോയിരുന്നു. കണ്ടുവന്നപ്പോൾ എല്ലാവരും എന്നെ ട്രിവാൻഡ്രത്ത്, അന്ന് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പണ്ട് പോയിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ടും, സൂ കാണാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിലൊക്കെ സിനിമയെ കണ്ടിട്ട് എന്നെ എടുത്ത് ഉയർത്തുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടായിരുന്നു. അപ്പോൾ റിലീസ് കഴിഞ്ഞ് ആ പടം ഇറങ്ങി പുറത്ത് വന്നപ്പോൾ അവിടെയുള്ള ലോക്കൽസ്, അവിടെ ഉള്ളവർ, അതായത് ആ നാട്ടുകാർ, പിന്നെ നമ്മൾ വോഡാഫോണിലുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരുടെ അടുത്ത് തന്നെ റോഡ് പൊക്കി എറിയായിരുന്നു ചെയ്തത്. നെൽസൺ കീ ജയ് എന്നൊക്കെ പറഞ്ഞു. അത് മറക്കാനാകാത്ത, അത് വലിയൊരു അവാർഡിന് തുല്യമായിട്ടുള്ള വേറെ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ പിന്നെ ദിലീപേട്ടൻ്റെ ഫാൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടെ തന്നെ വണ്ടിയുടെ മുകളിൽ പൊക്കി എടുത്ത് ഇരുത്തി ഭയങ്കര ആഘോഷമായിരുന്നു. അതൊരു ഭയങ്കര സംഭവം. നെൽസൺ ചേട്ടാ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇനിയിപ്പോൾ വളർന്ന് ഒരുപാട് പ്രതിഭകൾ വരുന്നുണ്ട്. ഇവരോടൊക്കെ നെൽസൺ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മേഖലയിൽ എത്താൻ സാധിക്കുന്നു. അത് പിന്നെ പകുതി ദൈവഭാഗ്യമാണ്. മനസ്സിലായോ? ഭാഗ്യം വേണം, പിന്നെ കഴിവും, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോഴങ്ങനെയൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ പടത്തിനും വിളിക്കാൻ അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉള്ളവർക്കാണ് ഇപ്പോൾ കൂടുതൽ ചാൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. പിന്നെ ഇതുപോലെ പറഞ്ഞ പോലെ ഹാർഡ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം വേണം. എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു നടൻ രക്ഷപ്പെടുന്നത്. എന്തായാലും നെൽസൺ ചേട്ടൻ കഴിവ് മാത്രം കൊണ്ടിരുന്നാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ അർത്ഥം. ഹാർഡ് വർക്ക് ചെയ്തേ വീട്ടിൽ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യം നടക്കത്തില്ല. ഓക്കെ, എന്തായാലും അവസരം തരാനുള്ള ആള് വേണം. നീ വാന്ന് പറഞ്ഞ് വിളിക്കാൻ മനസ്സുള്ളവർ വേണം. തീർച്ചയായിട്ടും. എന്തായാലും നെൽസൺ ചേട്ടൻ ആൻഡ് അമ്പിളി സോമൻ, വളരെ 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 നന്ദി. ഒരുപാട് സന്തോഷം. ഒരിക്കലും ഇതൊരു ഇന്റർവ്യൂ ആയിരുന്നില്ല, ഒരു സൗഹൃദം പങ്കുവെക്കലായിരുന്നു. ഈ ഇത്തരം രണ്ട് അനുഗ്രഹീത കലാകാരന്മാർ നെൽസൺ ചേട്ടനും അമ്പിളി സോമനും നാളെ വേദിയിൽ ഇവരുടെ മികച്ച പ്രകടനം കാണാനുള്ള അവസരം നിങ്ങൾക്കുമുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുപോലെ മികച്ച പ്രതിഭകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. NTV മാറ്റാതെ കാണുക, NTVയിൽ തന്നെ അവിടെ വെച്ചോളൂ, ചാനൽ ചേഞ്ച് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ വിശേഷങ്ങൾ കാണാൻ സാധിക്കും. അറേബ്യൻ കോമഡി നൈറ്റ്, മ്യൂസിക്കൽ കോമഡി നൈറ്റ് നാളെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചാണ് നടക്കുന്നത്. ഫോണിൽ വിളിച്ച് കോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഗൂഗിൾ നോക്കിയാൽ NTV സ്റ്റുഡിയോയുടെ ലൊക്കേഷനും ലാൻഡ് ലൈൻ നമ്പറും കിട്ടുന്നതാണ്. വിളിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ്. എന്തായാലും നെൽസൺ ചേട്ടൻ ആൻഡ് അമ്പിളി സോമൻ രണ്ടുപേർക്കും ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ നേരുന്നു. ഒപ്പം ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. നെൽസൺ ചേട്ടനെ ആവട്ടെ, അമ്പിളി സോമനെ ആവട്ടെ, നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തട്ടെ. അതിനുള്ള എല്ലാ കഴിവും സർവശക്തി നൽകിയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ രൂപത്തിലായാലും അഭിനയത്തിന്റെ രൂപത്തിലായാലും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് പ്രേക്ഷകർ കണ്ടതുമാണ്. അമ്പിളി അതുപോലെ തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. നമ്മൾ കണ്ടതാണ് അമ്പിളിയുടെ പ്രകടനം. ഇനി അത്തരത്തിലുള്ള ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ. ഇന്ത്യ അറിയപ്പെടുന്ന കലാകാരനും ഒക്കെ ആയിത്തീരട്ടെ. വളരെ വളരെ പ്രേക്ഷകരോട് എന്താ പറയുക? പ്രേക്ഷകരോട് ഞങ്ങളെ സ്നേഹിക്കുന്നതിലും ഞങ്ങൾക്ക് ഇങ്ങനെ അവസരങ്ങൾ കിട്ടാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിനും പിന്നെ കൂടുതലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, നെൽസൺ ചേട്ടാ, മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി നമ്മൾ ഷോ അവസാനിപ്പിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ.
പെണ്ണു ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ല കാശും പോയി. പെണ്ണു ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ല കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചല്ലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ.